My Teacher, UAE's biggest classroom. നമസ്കാരം. മൈ ടീച്ചർ എന്ന കാര്യപരിപാടിയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ആദ്യമേ തന്നെ എല്ലാവർക്കും നവവത്സരാശംസകൾ. നമ്മുടെ മലയാള ഭാഷയുടെ പുതിയ വർഷം എന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു വർഷവും മഹത്വരമാണ്. ആ ഒരു സങ്കല്പത്തിൽ അധിഷ്ഠിതമായി എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഭാഷയുടെ ജീവിത സങ്കല്പം നാം കരുതുന്ന രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ മലയാളത്തെ ഒരിക്കലും മനസ്സിൻ്റെ ഉള്ളിൽ അനുസ്മരിക്കാതെ ജീവിതയാത്രയിൽ പ്രാവർത്തികമാക്കാതെ മുന്നോട്ട് പോകുവാൻ സാധ്യമാവുകയില്ല. ആയതുകൊണ്ട് തന്നെ എൻ്റെ മലയാളം, എൻ്റെ ഭാഷ എന്നുള്ള ഒരു ആശയം മുൻനിർത്തി 3-4 വരികൾ എഴുതി ആ വരികളുടെ ആരംഭത്തോടു കൂടി നമുക്കിന്നത്തെ അധ്യയനം ആരംഭിക്കാം. മലയാളത്തിൻ്റെ ആ ഒരു ജീവിത സങ്കല്പം, ആ ഒരു പാരമ്പര്യം, എല്ലാ നന്മകളും തരുന്ന ആ ഒരു മനോഹരമായ പ്രക്രിയ നാം മനസ്സിൽ എന്നും ഒരു കരുത്തായി, ഒരു സ്വപ്നമായി, ഒരു സാക്ഷാത്കാരമായി ചിന്തയിൽ കൂടി പ്രവൃത്തിയിൽ കൂടി മുന്നോട്ട് പോകേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ആയതുകൊണ്ട് തന്നെ ശ്രവണസുന്ദര വർണ്ണദീപ്തം ചന്ദ്രശോഭ പുണരും മനസ്സിൽ, ശ്രവണസുന്ദര വർണ്ണദീപ്തം ചന്ദ്രശോഭ പുണരും മനസ്സിൽ, രാഗനൃത്തം ചുവടുവയ്ക്കും ആഢ്യ നന്മ വിടരുമെൻ മലയാളം, ആർദ്രഭാവം സാന്ദ്രസ്പർശം ശ്യാമതീർത്ഥം താളശ്രേഷ്ഠം, നാദമയൂരം സ്വപ്നവസന്തം കാവ്യബിംബം എൻ മലയാളം, ഏകദീപ്തം നിത്യയൗവനം സർഗപൂർണം അക്ഷയമധുരം, സർവശ്രേഷ്ഠം ചാരുശില്പിതം ദിവ്യസുഗന്ധം എൻ മലയാളം. ചിന്തിക്കുക, ഈ ഭാഷ കേൾക്കുമ്പോൾ തന്നെ നമുക്കുണ്ടാകുന്ന അനുഭവം ശ്രവണ സുന്ദരമാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരു സൗന്ദര്യാത്മകമായ ചിന്ത മനസ്സിൻ്റെ ഉള്ളിൽ പ്രവഹിക്കുന്നു. വർണ്ണദീപ്തം, എല്ലായിടത്തും വർണ്ണങ്ങൾ വിടരുകയാണ്. അത് ദീപ്തമാകുമ്പോൾ അതിൻ്റെ പ്രകാശകിരണം അത്യുന്നതങ്ങളിൽ എത്തുവാൻ സാധിക്കും. അതുകൊണ്ട് ഇവിടെ വർണ്ണദീപ്തം എന്ന് പറയുന്നു. ചന്ദ്രശോഭ പുണരും മനസ്സിൽ, ചന്ദ്രൻ്റെ ശോഭ നാം എന്നും കണ്ടിട്ടുണ്ട്. ഇതുപോലുള്ള മനോഹരമായ പ്രകാശം നാം അനുഭവിക്കുന്ന, മനസ്സിൻ്റെ ഉള്ളിൽ തട്ടുന്ന ആ പുണരുന്ന സൗന്ദര്യം, അത് ആ ഒരു പ്രകാശത്തിൽ കൂടിയാകുമ്പോൾ ഭാഷയുടെ സൗന്ദര്യം അതുപോലെ ഉപമിക്കപ്പെടുന്നു. രാഗനൃത്തം ചുവടുവയ്ക്കും. എന്തൊക്കെ രാഗങ്ങളാണ് ഇതിൽ കൂടി ഭാഷയിൽ കൂടി പോകുന്നത്. മലയാള ഭാഷയിൽ കൂടി പോകുന്ന രാഗങ്ങൾ, നൃത്തരൂപാന്തരങ്ങൾ, അതിൽ കൂടി ചുവടുവെക്കുമ്പോൾ, അത് കാണുമ്പോൾ അതിൻ്റെ മനോഹാരിത. ആഢ്യജന്മ വിടരും എൻ മലയാളം. മലയാളം ആഢ്യമാണ്, നന്മകൾ വീർത്തുന്ന ഒരു സങ്കല്പമാണ്, കർമ്മമാണ്. അതുകൊണ്ട് ആഢ്യനന്മ വിടരും എൻ മലയാളം. ആർദ്രഭാവം, അതിൻ്റെ ഭാവം ആർദ്രമാണ്, സ്നേഹപൂരിതമായ പരിലാളനമാണ്. അവിടെ ആർദ്രതയ്ക്ക് സ്ഥാനമുള്ളൂ. അതുകൊണ്ട് ആർദ്രഭാവം. സ്വപ്നവസന്തം സാന്ദ്രസ്പർശം, സാന്ദ്രമായ സ്പർശം, ഒരു തലോടൽ. അമ്മയ്ക്ക് ഒരു കുഞ്ഞിനോടുള്ള തലോടൽ പോലെ, ഒരു കുഞ്ഞിനെ തലോടൽ പോലെ, ഒരു കുഞ്ഞിന് അമ്മയ്ക്ക് നിന്ന് ലഭിക്കുന്ന തലോടൽ പോലെ സാന്ദ്രമാണ് ആ സ്പർശനത്തിൻ്റെ സുഖം. ശ്യാമതീർത്ഥം താളശ്രേഷ്ഠം. ഏതൊക്കെ വിധത്തിലുള്ള താളങ്ങളാണ്, ഏതൊക്കെ വിധത്തിലുള്ള രൂപകങ്ങളാണ്. അതുകൊണ്ട് ഒരു തീർത്ഥസമ്പത്ത് ഉളവാക്കുന്ന ശ്യാമാത്മകമായ അനുഭവങ്ങളിൽ കൂടിയുള്ള താളനിബിഡമായ ശ്രേഷ്ഠത
ഉണർത്തുന്ന മലയാള ഭാഷ. നാദമയൂരം സ്വപ്നവസന്തം, നാദങ്ങൾക്കിമ്പമീട്ടുന്ന, സ്വപ്നങ്ങളെ എന്നും രാഗാദ്രമാക്കുന്ന, ജീവിക്കാൻ ഉതകുന്ന രീതിയിലുള്ള പ്രാപഞ്ചിക ശക്തിയായി ഉണർത്തുന്ന ഒരു നാദമയൂരം മലയാള ഭാഷ നൽകുന്നു. അതുകൊണ്ട് നാദമയൂരം സ്വപ്നവസന്തം, കാവ്യബിംബം എൻ മലയാളം. കവിതാത്മകമായ ശകലങ്ങൾ കൊണ്ട് എത്രയെത്ര മഹാരഥന്മാരായ കവികളാണ് നമുക്കുള്ളത്. അവർ നമുക്ക് നൽകിയിട്ടുള്ള സംഭാവനകൾ, അവർ നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന, അവരിൽ കൂടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഭാവാത്മകമായ ചിന്താധാരകൾ, ഇത് കാവ്യാത്മകമാകുമ്പോൾ അവിടെ ഒരു ബിംബങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. ആ ബിംബം പ്രതിനിധിക്കുന്ന നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആ ഒരു താളനിബിഡമായ ജീവിത പ്രക്രിയയിലേക്ക് ഒരു ഉണർത്തുപാട്ടായി മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഏകദീപ്തം അല്ലേ? ഏകമായ സങ്കല്പത്തിൽ കൂടി, ഏകമായ ചിന്താധാരയിൽ കൂടിയുള്ള ആ പ്രവഹിക്കുന്ന ദീപക്കാഴ്ച. അതുകൊണ്ട് തന്നെ ഏകദീപ്തം, നിത്യയൗവനം, ഇത് എന്നും മനസ്സിൻ്റെ ഉള്ളിൽ ഒരു യൗവനമായ, ഒരു യുവത്വം തുളുമ്പുന്ന സർഗാത്മകമായ ചിത്രം മനസ്സിൽ വരയ്ക്കുന്നു. അതുകൊണ്ട് തന്നെ നിത്യമായ യൗവനം ഇവിടെ പ്രതിപാദിക്കപ്പെടുന്നു. സർഗപൂർണം, സർഗാത്മകമായ സൃഷ്ടിപദങ്ങളിൽ കൂടിയുള്ള ഒരു യാത്ര, എല്ലാ തരത്തിലുള്ള സർഗാത്മകമായ സൃഷ്ടികൾ. അതുകൊണ്ട് തന്നെ സർഗപൂർണമാണ്. അക്ഷയമധുരം, ഒരിക്കലും തീരാത്ത, എന്നും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു ശക്തവത്തായ തീർത്ഥമായ അക്ഷയ പാനപാത്രം. അത് മധുരമാണ്, തീർത്ഥമാണ്. സർവശ്രേഷ്ഠം, എല്ലാത്തിലും ശ്രേഷ്ഠമാണ്. ഈ ശ്രേഷ്ഠത ചാരു ശില്പിതം ദിവ്യസുഗന്ധം എൻ മലയാളം. ദിവ്യമായ സുഗന്ധം പരത്തുന്ന, അതിലടങ്ങിയിരിക്കുന്ന ഒന്നിനെ ഒരു മനുഷ്യ സ്നേഹത്തിൻ്റെ, ത്യാഗത്തിൻ്റെ, നന്മയുടെ, പരിലാളനത്തിൻ്റെ ഒരു പൂർണ്ണമായ ആവിഷ്കാര സിദ്ധാന്തമായി നാം കാണുന്ന മലയാള ഭാഷയ്ക്ക് അതിനു മുന്നിൽ നമസ്കരിച്ചുകൊള്ളട്ടെ. ഇത് പറയാൻ കാര്യം, നമ്മുടെ മലയാള ഭാഷ പഠിക്കുന്നതിൻ്റെ ആവശ്യം ഈ ഒരു യത്നമായി തുടരുന്ന ഈ ഒരു സമയത്ത് ഇത് നമ്മുടെ ഒരു ആവശ്യമാണെന്ന് കരുതി തന്നെ ഒരു ഉൾക്കാഴ്ചയോട് കൂടി പഠിക്കുമ്പോൾ നമുക്കും മറ്റുള്ളവർക്കൊരു പ്രേരണാ ശക്തിയായും സമൂഹത്തിനും ഒരു നന്മയുടെ തീർത്ഥ സമ്പത്തായിട്ടും കൊടുക്കുവാൻ സാധിക്കുവാണെങ്കിൽ എന്നും ഒരു നന്മയായി പരിലാളനം നമ്മുടെ ചുറ്റും പടരും. ആ ഒരു കാര്യം എന്നും നാം ഓർക്കേണ്ടതുണ്ട്. ശരി, നമ്മൾ സ്വരങ്ങൾ പഠിച്ചു, വ്യഞ്ജനത്തിൻ്റെ കുറേ ഭാഗങ്ങൾ പഠിച്ചു. അതിൻ്റെ ബാക്കിയായി ഇന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ കൂടി പഠിച്ചുകൊണ്ട് ആ വ്യഞ്ജനങ്ങളുടെ ഒരു പൂർത്തീകരണം ആകാം. മാ വരെ നമ്മൾ പഠിക്കുകയുണ്ടായി കഴിഞ്ഞ ആഴ്ച, മകാരം വരെ നമ്മൾ പഠിക്കുകയുണ്ടായി. ഇന്ന് യാ, രാ, ലാ, വ. ഇത് എഴുതുവാനും വളരെ എളുപ്പമാണ്. യാ ഒന്ന് ശ്രദ്ധിക്കുക. യാ പരിശീലനം ആവശ്യമാണ്. പരിശീലനമില്ലാതെ നമുക്ക് ഒരു കാര്യവും അതിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുവാൻ സാധ്യമാവുകയില്ല. അപ്പോൾ ഒരു ഭാഷ പഠിക്കുമ്പോൾ അതിൻ്റെ ചുറ്റുമുള്ള പ്രവർത്തനം, പ്രയത്നം കൂടി ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രമിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് സ്നേഹത്തിൽ ഉൾപ്പെടെയുള്ള ആ ഒരു ഭാഷ ഉൾക്കരുത്ത് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കാൻ സാധ്യമാവുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു പഠനമാണ് നമുക്ക് ആവശ്യം. ഒന്നും കൂടി യാ
യ ഇങ്ങനെയാണ് എഴുതുക. യ മനസ്സിലായി കാണുന്നു വിവരിക്കുന്നു. യ. അടുത്തതായിട്ട് ര കാണിക്കണ്ടേ. ര. ല. ല. വ. യ ര ല വ. ഇതിന് വ്യാകരണ സിദ്ധാന്തത്തിൽ അതിൻ്റെ നാം നേരത്തെ പറഞ്ഞു, നമ്മൾ അക്ഷരങ്ങൾ പഠിക്കുന്നതിനോട് കൂടി തന്നെ വ്യാകരണ സിദ്ധാന്തത്തിൻ്റെ ഒരു അംശം കൂടി അതിനോട് കൂടിച്ചേർത്ത് പഠിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഭാവിയിൽ അതിൻ്റെ ശാസ്ത്രീയമായ ചിന്താധാരയിൽ കൂടി മുന്നോട്ട് പോകുമ്പോൾ അത് ശരിയായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാനും അത് മനസ്സിലാക്കുവാനും സാധ്യമാകും. അതുകൊണ്ട് തന്നെ വ്യാകരണ സിദ്ധാന്തത്തിൻ്റെ കൂടുതൽ അംശങ്ങൾ നമുക്ക് വീണ്ടും പഠിക്കാം, കൂടുതൽ പഠിക്കാം. എന്നാൽ ഈ സ്വരങ്ങൾ, വ്യഞ്ജനങ്ങൾ, കൂട്ടക്ഷരങ്ങൾ എന്തും നമ്മൾ പഠിക്കുന്നുവോ അതിൻ്റെ കൂടി ചെറിയൊരു സ്പർശനം കൂടി, അതിൻ്റെ ആ താത്വിക ധാരയിൽ കൂടി മുന്നോട്ട് നാം ഒരു യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ശാസ്ത്രീയ വീക്ഷണം കൂടി നിങ്ങൾക്കുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെ പറയുന്നത് മധ്യമങ്ങൾ എന്നാണ് പറയുന്നത്. മധ്യമങ്ങൾ. യ ര ല വ ഇതിന് മധ്യമങ്ങൾ എന്ന് പറയുന്നു. അടുത്തതായിട്ട് ഷ, ഷ, സ, ഷ, ഷ, സ. ഇതാണ് ഷ. മനസ്സിലായി കാണുന്നു വിചാരിക്കുന്നു. ഒന്നും കൂടി. ഷ. അടുത്തതായിട്ട് ഷ. അടുത്തതായിട്ട് സ. സ. ഇതിന് മലയാള വ്യാകരണ സിദ്ധാന്തത്തിൽ ഊഷ്മാക്കൾ എന്ന് പറയുന്നു. ഊഷ്മാക്കൾ. ഊഷ്മാക്കൾ എന്ന് പറയുന്നു. അപ്പോൾ നാം എന്ന് വ്യാകരണ സിദ്ധാന്തത്തെ നാം ഉപയോഗിക്കുന്നുവോ അത് അതിൻ്റെ ശാസ്ത്രമായ സങ്കല്പത്തിൽ കൂടിയുള്ള യാത്രയിൽ പ്രവഹിക്കുമ്പോൾ അതിൻ്റെ ഉള്ള അന്തർധാര നമുക്ക് മനസ്സിലാകുന്നു. അതുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞു ഷ, ഷ, സ, സ. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതിന് ഊഷ്മാക്കൾ എന്ന് പറയുന്നു. അടുത്തതായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വളരെ ഉപയോഗിക്കുന്നു. നമ്മൾ നേരത്തെ സ്വരം പഠിച്ചപ്പോൾ അതിൻ്റെ ശാസ്ത്രവിജ്ഞാനം നമ്മൾ പഠിക്കണ്ടേ. ഹ. ഇത് വളരെ പ്രസക്തമായ ഒരു വ്യഞ്ജനമാണ്. ഹ വളരെ എളുപ്പമാണ്, നമുക്ക് എഴുതാനും വളരെ എളുപ്പമാണ്. കൊച്ചുകുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കുക, എഴുതി പഠിക്കുക. നിങ്ങൾ നേരത്തെ മുതൽ എഴുതി പഠിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എഴുതി പഠിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞ് എഴുതി പഠിക്കുക. ഹ, ഹ. ഇതിന് വ്യാകരണ സിദ്ധാന്തത്തിൽ ഘോഷി എന്ന് പറയും. ഘോഷി. ഘോഷി. ഇത് നിങ്ങളുടെ അറിവിന് വേണ്ടി മാത്രം പറയുകയാണ്. ഇത് പഠിക്കുന്നതിന് കൂടി തന്നെ ഒരു അറിവിന് വേണ്ടി മാത്രം. ഏറ്റവും അവസാനമായിട്ട് ഇത് ഹ മനസ്സിലാക്കാണെന്ന് വയ്ക്കുന്നു. ഇത് ഘോഷിയാണ്. അപ്പോൾ എന്തൊക്കെ നമ്മൾ പഠിച്ചു? യ ര ല വ, ഷ ഷ സ, ഹ. അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ അത് എവിടെ ഉപയോഗിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഉപയോഗിക്കുന്ന സ്ഥലത്ത് അതിൻ്റെ ഉച്ചാരണ ശുദ്ധിക്ക്, ഉച്ചാരണത്തിന്
വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. അർഹിക്കുന്നു. ഈ പ്രാധാന്യം ഇപ്പം നമ്മൾ യ എന്ന് പറയും. യ എന്നുള്ള ഒരു വ്യഞ്ജനം നിങ്ങൾ ഉപയോഗിക്കുന്നത് ശുദ്ധമായ രീതിയിൽ അത് ഉപയോഗിക്കുമ്പോൾ അത് പ്രയോഗിക്കുന്ന ആ അവസരത്തിൽ നിങ്ങൾക്ക് ശരിക്കും പറയാൻ സാധ്യം. അത് നിങ്ങൾ പറഞ്ഞ് വീണ്ടും അത് ഉപയോഗിച്ച് പഠിക്കുമ്പോൾ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ കൊച്ചുകുട്ടികൾ എപ്പോഴും ഉറക്കെ വായിക്കേണ്ടത് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. നമ്മൾ എന്ത് പഠിക്കുമ്പോഴും പ്രത്യേകിച്ച് മലയാള ഭാഷ അത് ഉറക്കെ വായിച്ച് പഠിച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ അക്ഷരവിന്യാസവും ശുദ്ധിയും ഉപയോഗക്രമവും നിങ്ങൾക്ക് മനസ്സിലാകാനും മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാനും സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ടാണ് എപ്പോഴും അധ്യാപകർ പണ്ട് മുതൽ പറഞ്ഞു വരുന്നത്, അക്ഷരശുദ്ധി വേണം, അതിനെന്ത് ചെയ്യണം? നിങ്ങൾ ഉറക്കെ വായിക്കണം. വായനയുടെ സംസ്കാരം എപ്പോഴും നിങ്ങൾക്ക് ആവശ്യം ഉള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക. നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമുള്ള രീതിയിൽ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അടുത്ത അധ്യയനത്തിൽ കൂടുതൽ പഠിക്കുകയും ചെയ്യും. ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യം മുതൽ ഒന്നും കൂടി പഠിച്ചിട്ട് നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് കിടക്കാം. യ ര ല വ യ ര ല വ ശ ഷ സ ഹ ഹ. അപ്പോൾ ഏറ്റവും പ്രാധാന്യമായിട്ട് അർഹിക്കുന്ന ഒരു വിഷയ സങ്കീർണമായ പ്രവൃത്തിയിലേക്ക് നാം കടക്കുമ്പോൾ ഇത് നിങ്ങൾ എങ്ങനെ പഠിക്കുന്നു, എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് പ്രധാനം. പഠിക്കാൻ എളുപ്പമാണ്. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ കേൾക്കുക. എന്ത് കേൾക്കുക? ഭാഷ പറയുന്നത് കേൾക്കുക, അത് ഉപയോഗിക്കുന്ന രീതി കേൾക്കുക. അത് നിങ്ങൾക്ക് കേൾക്കാനുള്ള സംവിധാനം എവിടെയുണ്ടോ, നല്ല അക്ഷരശുദ്ധിയുള്ള ഭാഷ, കേൾക്കാൻ അനുയോജ്യമായ ഏത് അവസ്ഥയുണ്ടോ, നിങ്ങൾ ഒരിക്കലും ആ അവസ്ഥ കളയരുത്. വായനാശീലം നിർബന്ധമായിട്ടും ഉണ്ടാകേണ്ടത്. അത് ഉറക്കെ വായിക്കും. മൗനവായന, ശ്രവണ വായന, രണ്ടു തരം വായനയുണ്ടെന്ന് നേരത്തെ പറയുണ്ടായി. പക്ഷേ കുട്ടികൾ, ഇത് അടിസ്ഥാനപരമായി പഠിക്കുന്ന കൊച്ചു കുട്ടികൾ, അത് ഉറക്കെ തന്നെ വായിച്ച് പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ശരിയായ രീതിയിലുള്ള അക്ഷരാഭ്യാസം ഉണ്ടാകാൻ സാധ്യമാവുകയുള്ളൂ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു. ഇനിയും നമുക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് അടുത്ത കാര്യങ്ങൾ കൊണ്ട് മുന്നോട്ട് പോകാം. നമുക്ക് നേരത്തെ പറയുകയുണ്ടായി, ഭാഷയുടെ ഏറ്റവും ഔന്നത്യം കലർന്ന, ഏറ്റവും ആശയനിബിഡമായ ഒരു സിദ്ധാന്തമാണ് പഴഞ്ചൊല്ലുകൾ. ഇത് എന്തിനു പറയുന്നു എന്ന് ചോദിച്ചാൽ ഇത് പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഈ ഒരു പഠന വ്യവസ്ഥിതി നിങ്ങളുടെ മനസ്സിൽ ലളിതമായി അത് ഉണ്ടാകാനുള്ള പാകത്തിൽ എത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് പഠനം എളുപ്പമായി. അതുകൊണ്ട് ഇങ്ങനെയുള്ള പഴഞ്ചൊല്ലുകളുടെ ലാളിത്യം കലർന്ന, ഞാൻ പറയുന്നത് വളർന്നു വരുന്ന തലമുറയ്ക്ക്, കുട്ടികൾക്ക് മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കേണ്ട ഏറ്റവും സൈദ്ധാന്തികമായ,
ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമാണ്. അപ്പോൾ നമുക്ക് ഒരു 3-4 പഴഞ്ചൊല്ലുകളുടെ സൃഷ്ടിപരമായ കാര്യങ്ങൾ കൂടി നമുക്ക് മുന്നോട്ട് പോകാം. നമുക്ക് പഴഞ്ചൊല്ലുകളുടെ വളരെ ലളിതമായ 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. നിങ്ങൾ കേട്ട് കാണും, നമ്മൾ പ്രവൃത്തിയിൽ കൂടി നമ്മുടെ ഇന്ന് ജീവിതയാത്രയിൽ കൂടി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഇന്നൊരു ഓട്ടപ്പാച്ചിലാണ്. നമ്മൾ എന്തിനോ വേണ്ടി തേടി ഓടുകയാണ്. നമുക്ക് ശ്രദ്ധ വളരെ കുറവാണ്. ഞാൻ ഇടയ്ക്ക് ഒന്ന് പറഞ്ഞോട്ടെ, ശ്രദ്ധയാണ് കർമ്മം. കുട്ടികൾ ശ്രദ്ധിക്കുക, ശ്രദ്ധയാണ് കർമ്മം. നിങ്ങൾക്ക് ശ്രദ്ധയില്ലെങ്കിൽ പ്രവർത്തനം അതിൻ്റെ കാര്യക്ഷമതയിലേക്ക് പൂർണ്ണമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമാകില്ല. ഏത് കാര്യവും ശ്രദ്ധയോടുകൂടി പഠിച്ചെങ്കിൽ മാത്രമേ, അത് ഉൾക്കൊണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യത്തെ ഒരു പഴഞ്ചൊല്ലുകൾ മുന്നോട്ട് പോകാം. ഇരിക്കും മുമ്പ് കാല് നീട്ടരുത്, ഇരുന്നിട്ടേ കാൽ നീട്ടാവൂ. ഇരിക്കും മുമ്പ് കാൽ നീട്ടരുത്, ഇരുന്നിട്ടേ കാൽ നീട്ടാവൂ. എന്ത് ലളിതമായ ഒരു ചിന്തയാണിത് അല്ലേ? നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ, ഏത് പ്രവൃത്തിയും ചെയ്യുമ്പോൾ നമുക്കെല്ലാം ധൃതിയാണ്. പെട്ടെന്ന് ലക്ഷ്യത്തിലേക്ക് എത്തണം. അതിനുവേണ്ടി സഹജമായ എന്ത് അടിസ്ഥാന പ്രമാണമായ എന്ത് കാര്യങ്ങളും വിച്ഛേദിച്ചുള്ള ഒരു യാത്ര, ആ വിച്ഛേദനം നമ്മുടെ പ്രവൃത്തിയെ ബാധിക്കും. അപ്പോൾ ഒരു കാര്യം നമ്മൾ ചിന്തിച്ച് പ്രവർത്തന ആത്മകമായ യാത്രയിൽ കൂടി മുന്നോട്ട് പോകുമ്പോൾ നാം എപ്പോഴും നല്ല ഒരു ചിന്താധാരയിൽ കൂടി അത് ഇരുന്ന് അതിൻ്റെ 3-4 വശങ്ങളും എന്തൊക്കെയാണോ അതിൻ്റെ പ്രശ്നങ്ങൾ, പ്രശ്നാധിഷ്ഠിതമായ രീതികൾ, അത് ലളിതമായി എങ്ങനെ കൈകാര്യം ചെയ്യാൻ സാധിക്കും എന്നുള്ള പല രീതിയിൽ കൂടിയുള്ള നാനാവിധത്തിലുള്ള ചിന്താധാരകളെ മനസ്സിൽ ഇരുത്തി വേണം പ്രവർത്തിക്കാൻ. എന്നാൽ മാത്രമേ നമുക്ക് ആ പ്രവൃത്തി വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ സാധ്യമാവുകയുള്ളൂ. പക്ഷേ നാം ഇന്ന് ഓടുന്നതോ പെട്ടെന്ന് വളരെ ധൃതി പിടിച്ച് ഒന്നും ചിന്തിക്കാതെ മുന്നോട്ട് പോകുമ്പോൾ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അവിടെ അപകടം വരും. ആ അപകടത്തെ മണത്തെറിയേണ്ടത് ഒരു വിദ്യാർത്ഥിയുടെ, ഒരു ഭാഷാ പഠനത്തിൻ്റെ ആരും പഠിക്കുന്നുവോ അവരുടെ ആവശ്യകതയാണ്. കാര്യം, നാം ഭാഷ പഠിക്കുന്നതിനോട് കൂടി തന്നെ ജീവിതം കൂടി പഠിക്കുകയാണ്. നാം ഭാഷ പഠിക്കുന്നതിനോട് കൂടി അതിലുള്ള അടങ്ങിയിരിക്കുന്ന സർഗാത്മകത പഠിക്കുകയാണ്. അപ്പോൾ അക്ഷരങ്ങൾ പഠിക്കുക മാത്രമല്ല ഭാഷ എന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതുകൊണ്ടാണ് പൂർവികർ ചില ലളിതമായ ആഖ്യാനങ്ങളിൽ കൂടി നമുക്ക് തരുന്ന സർഗാത്മകമായ ഈ പ്രതിഭാസം, ഈ പഴഞ്ചൊല്ലുകൾ. അപ്പം നിങ്ങൾക്ക് വളരെ എളുപ്പം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇരിക്കും മുമ്പ് ഒരിക്കലും കാൽ നീട്ടരുത്. നമ്മൾ ഒരിടത്ത് ഇരിക്കുക, ഇരുന്നതിന് ശേഷം ചിന്തിക്കുക, അതിനുശേഷം പതിയെ കാൽ നീട്ടുക. ലളിതം, വളരെ ലളിതമായ ആഖ്യാനം. അതിൻ്റെ അർത്ഥം ഇതാണ്: നാം ഓരോ കാര്യം ചിന്തിച്ച് സംഗ്രഹിച്ച് അതിലടങ്ങിയിരിക്കുന്ന ദോഷവശങ്ങളും നന്മകളും എല്ലാം ഉൾക്കൊണ്ട് വേണം പ്രവൃത്തി ചെയ്യുവാൻ. പ്രത്യേകിച്ചും കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇത്. മഹാകവി ഉള്ളൂർ ഇതിനെക്കുറിച്ച് വളരെ ആഖ്യാനമായി എഴുതിയിട്ടുണ്ട്. എടുത്തുചാട്ടക്കാരൻ്റെ എല്ലൊടിച്ചേ വിധി വിടൂ എന്ന് മഹാകവി ഉള്ളൂർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു പഴഞ്ചൊല്ലിൻ്റെ ആപ്ത സൗന്ദര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. 2,
നാക്കു നന്നെങ്കിൽ നാടടക്കാം. നാക്കു നന്നെങ്കിൽ നാടടക്കാം. ഏറ്റവും ചിന്തനീയമായ കാര്യം വർത്തമാനകാലത്ത്. നമുക്ക് വിദ്യാഭ്യാസ പ്രക്രിയയിൽ അധ്യാപകൻ പറഞ്ഞു തരും, കുട്ടി, നമ്മൾ എങ്ങനെ ഇടപെടും സമൂഹത്തോട്, നമ്മൾ എങ്ങനെ ഇടപെടും നമ്മുടെ സുഹൃത്തുക്കളോട്, നാം എങ്ങനെ ഇടപെടും മറ്റുള്ളവരോട്. ഇങ്ങനെയുള്ള പ്രസക്തമായ ഒരു വിദ്യാഭ്യാസ അന്തരീക്ഷം അധ്യാപകൻ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കും. അപ്പോൾ അതിൽ ഏറ്റവും പ്രസക്തമായ കാര്യമാണ് വിദ്യ പഠിക്കുന്നതിനോട് കൂടി തന്നെ അത് എങ്ങനെ ഉപയോഗിക്കും എന്നുള്ളത്, അതെങ്ങനെ പ്രവർത്തന മണ്ഡലത്തിൽ കൊണ്ടുവരുമെന്നുള്ളത്. പ്രവർത്തന മണ്ഡലത്തിൽ കൊണ്ടുവന്നാൽ നമ്മുടെ അറിവിൻ്റെ സാരാംശം നാം കൊടുക്കുന്ന രീതി എങ്ങനെയായിരിക്കണം എന്ന് നാം ഗഹനമായി ചിന്തിക്കേണ്ടതുണ്ട്. ഗഹനമായി ചിന്തിക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞാൽ നാം അത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. നാം പറയുന്ന ഓരോ വാക്യവും അറിവിൻ്റെ സ്രോതസ്സും അത് മറ്റുള്ളവരിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് എന്നത് ചിന്തിക്കേണ്ട കാര്യമാണ്. അവിടെയാണ് എളിമയുടെ, അറിവിൻ്റെ, ഒരുമയുടെ ഇതിൻ്റെയൊക്കെ സാരാംശമുണ്ടാകുന്നത്. അപ്പോൾ നാക്ക് നന്നെങ്കിൽ നാടടക്കാം. ഇത് പറയാൻ കാര്യം, നമ്മൾ നന്നായി സംസാരിച്ചു കഴിഞ്ഞാൽ, സംസാരിക്കേണ്ട രീതിയിൽ സംസാരിച്ചാൽ സമൂഹം നമ്മളെ അംഗീകരിക്കും, മറ്റുള്ളവർ നമ്മളെ ബഹുമാനിക്കും. അത് ലോകത്തിൻ്റെ മുന്നിൽ ഒരു നല്ല കാഴ്ചയായി, ഒരു സുഗന്ധം വിരിയുന്ന ശ്രേണിയിൽ കൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. നമുക്ക് അറിവ് എന്ന് പറയുന്നത്, ഞാൻ ഏറ്റവും ഈ സമയത്ത് പറയുകയാണ്, നമ്മൾ ഓരോ ദിവസവും ഓരോന്ന് പഠിച്ചുകൊണ്ടിരിക്കണം. ഒരിക്കലും വിദ്യാഭ്യാസം എന്നത് പൂർണ്ണമാകുന്നില്ല. ഭാഷ നമ്മൾ ഓരോ ദിവസം പഠിക്കുമ്പോഴും അതിങ്ങനെ വിടർന്ന് വിടർന്ന് ഒരു ഉന്നതമായ ശ്രേണിയിൽ കൂടി വരെ എത്തുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ ഈ അറിവ് നാം എങ്ങനെ പ്രതിപാദിക്കുന്നു എന്നുള്ളതാണ് ഒരു ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന വിഷയം. അത് നന്നായി സംസാരിക്കുക. നാക്കു നന്നായി നിങ്ങൾ ഉരിയാടിയാൽ നാടിൻ്റെ മുന്നിൽ നിങ്ങൾക്ക് നല്ല ഒരു അവസ്ഥയിൽ കൂടി മുന്നേറും. ഇനിയും ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യത്തിലേക്ക് നമ്മൾ വരികയാണ്. നമ്മുടെ കേരളീയ കൃഷി സങ്കല്പങ്ങളിലേക്ക് ഈ പഴഞ്ചൊല്ലുകളുടെ സാരാംശം വളരെ പ്രവർത്തന മണ്ഡലത്തിൽ കൊണ്ടുവരുന്ന ഒരു പ്രക്രിയ ഉണ്ടായിരുന്നു. ഞാൻ പറയാം. അകലെ നടനം എഴുതിയ ശേഷം പറയാം നിങ്ങളടുത്ത്. അകലെ നടനം, അടുത്തു നടനം, അടുത്തു നടണം, ഒത്തു നടണം, ഒത്തു നടണം, ഒരുമിച്ച് നടണം, മിച്ചു നടണം, നടണം. നമ്മുടെ കൃഷിപ്പണിയെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രാധാന്യമറിയിക്കുന്ന ഒരു 4 വരികളാണ് എഴുതിയിരിക്കുന്നത്. നമ്മുടെ കൃഷിയുടെ ആവശ്യത്തിൽ കൃഷിയെ സംബന്ധിച്ചുള്ള ഒരു പഴമൊഴിയാണിത്. അകലെ നടണം,
അടുത്തു നടണം, ഒത്തു നടണം, ഒരുമിച്ചു നടണം. നമ്മൾ ഇന്ന് കണ്ടമില്ല, വയലുകളില്ല, വളരെ കുറഞ്ഞു. എന്നാലും ഇന്ന് കുറച്ചാൾക്കാർ വയലുകളിൽ കൃഷി ചെയ്യുന്നുണ്ട്, നമുക്ക് ചിലയിടങ്ങൾ കാണാൻ സാധിക്കും. പക്ഷെ ആ ഒരുമയുടെ ഒരു യാത്രയുണ്ടല്ലോ, അത് ഫലപുഷ്ടമായ ഒരു ആരോഗ്യ പ്രദാനം ചെയ്യുന്ന, കൽപ്പിതമായ നമുക്ക് കിട്ടുന്ന ആ ഒരു നെല്ലും അതിൻ്റെയൊക്കെ ഒരു ആരോഗ്യപരമായിട്ടുള്ള സൃഷ്ടിപദങ്ങൾ ജീവിതത്തിലേക്കൊന്നില്ല. അത് കാർഷിക സങ്കല്പത്തിൽ വന്ന മാറ്റമാണോ അതോ നമ്മുടെ കർമ്മത്തിൻ്റെ പ്രത്യേകതയാണോ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. എന്നിരുന്നാലും നമ്മുടെ മലയാളികൾ ഇന്ന് കൃഷിയിലേക്ക് കൂടുതൽ അടുക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. കാലം മാറുമ്പോൾ നമുക്ക് അധ്വാനശീലം മാറുകയാണ്. ചിന്തിക്കുക, എന്തുമായിക്കോട്ടെ, എവിടെയുമായിക്കോട്ടെ, നമുക്ക് കിട്ടുന്ന ഈ സമയം, വിലയേറിയ സമയം നാം എങ്ങനെ ഉപയോഗിക്കുന്നുള്ളത് പ്രധാനമാണ്. അതാണ് ഈ പഴഞ്ചൊല്ലുകൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത് പഠിക്കണമെന്ന് പറയുന്നത്, കുറച്ച് കാര്യങ്ങളെങ്കിലും പഠിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് അകലെ നടണം. ഇത് കൃഷിപ്പണിയെ സംബന്ധിച്ച് നമ്മൾ നൽകുന്ന ഒരു ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഈ ഞാറ് നടുമ്പോൾ അറിയാം, വയലുകളിൽ ഞാറ് നടുമ്പോൾ അത് ശരിക്കുള്ള ആ ചിട്ടയായിട്ടുള്ള അകലെ നട്ടെങ്കിൽ മാത്രമേ കറ്റ അവിടെ ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ ആ കൃത്യത അവിടെ വളരെ പ്രധാനമാണ്. അകലെ നടണം. അത് ഒരുമിച്ചുള്ള ഒരു കൃഷി പ്രവൃത്തിയാണ്, ഒരുമിച്ച് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. അകലെ നടണം, അടുത്തു നടണം. ഞാറ് നടേണ്ട സമയത്ത് തന്നെ നടണം, നടേണ്ട സമയത്ത് തന്നെ നടണം. അടുത്തു നടണം, ഒത്തു നടണം, ഒത്തു നടണം. അത് എങ്ങനെ നടണം എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം. ഒരുമിച്ച് ആ കൃത്യമായ അകലം പാലിച്ച് അത് എവിടെ നടണം എന്ന് നിങ്ങൾ ചിന്തിച്ച് ഒരു പ്രവൃത്തി ചെയ്യുമ്പോഴാണ് ഒത്തു നടണം എന്ന് പറയുന്നത്. ഒരുമിച്ച് നടണം. കാലം തെറ്റിയുള്ള, നമുക്കറിയാം, ഒരു ഞാറ് നടുമ്പോഴും നമ്മൾ എന്ത് പച്ചക്കറികൾ കൊണ്ട് വിതച്ചാൽ പോലും അവിടെ നമ്മളെ സമയം തെറ്റി പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. പണ്ട് കാലത്തിനനുസൃതമായ ഒരു കൃഷി സമ്പ്രദായമായിരുന്നു നമുക്കുള്ളത്. മഴ സമയത്ത് എന്ത് നടണം, ചൂടുകാലത്ത് എന്ത് നടണം, അതുപോലെ പല രീതിയിലുള്ള കാലാവസ്ഥ വ്യതിയാനങ്ങൾ വരുമ്പോൾ എന്ത് നടണം, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ നമ്മൾക്കറിയായിരുന്നു. പക്ഷേ ഇത് പറയാൻ കാര്യം, ഓരോ സമയത്ത് ഓരോ കാര്യങ്ങൾ നടുമ്പോൾ ആ മണ്ണിൽ നിന്ന് ലഭിക്കുന്ന ശാസ്ത്രീയമായ ആ ഒരു സൗഭാഗ്യമെന്ന് പറയുന്ന, അതിൽ നിന്ന് കിട്ടുന്ന ഒരു അമൃതിൻ്റെ ഒരു സൗരഭ്യം തുടങ്ങുന്ന പച്ചക്കറികളായിക്കോട്ടെ, അത് ഒരു ഔഷധം തന്നെയായിരുന്നു. ഇതൊരു ഔഷധമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ശാസ്ത്രം പറയുന്നത് ഓരോ സമയത്താണ് ഓരോ കാര്യങ്ങൾ നടേണ്ടത്. എന്നാൽ മാത്രമേ ഔഷധ മൂല്യമുള്ള പച്ചക്കറികളും മറ്റ് വൃക്ഷലതാദികൾക്കും നിങ്ങൾക്ക് അത് ഗഹനമായ രീതിയിലുള്ള ഒരു ചിന്തയിൽ കൂടി പ്രവൃത്തിയിൽ കൂടി മുന്നോട്ട് വരാൻ സാധ്യമാവുകയുള്ളൂ. അപ്പോൾ കൃഷി സങ്കല്പത്തിൽ ഏറ്റവും പ്രാധാന്യമാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ ഈ പഴഞ്ചൊല്ല് ശ്രദ്ധിക്കുക, അകലെ നടണം, അടുത്ത് നടണം, ഒത്തു നടണം, ഒരുമിച്ച് നടണം. ഇത് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് അടുത്ത കാര്യം ശ്രദ്ധിക്കാം. നമ്മുടെ മലയാളിയുടെ കൃഷി സങ്കല്പത്തിൽ അതിനോടുള്ള ഒരു താല്പര്യവും അതിനെ സംരക്ഷിക്കുന്നതും ഒരു പ്രവർത്തന സജ്ജമായ രീതിയിലുള്ള ഒരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു. അത് എന്ത് ചെയ്യണം എന്നുള്ളൊരു താല്പര്യമില്ലാതെ അത് സംരക്ഷിക്കുന്ന ഒരു രീതി.
പക്ഷേ അതിനോടുള്ളൊരു കടപ്പാട് എന്ന് പറയുന്നത്, കൃഷിയോടുള്ളൊരു കടപ്പാട് നമ്മളോട് തന്നെയുള്ള കടപ്പാടാണ്, നമ്മുടെ ജീവിതമാണ്. വെറും ഒരു കച്ചവട ആ സംസ്കാരത്തിൽ മാത്രം അധിഷ്ഠിതമാകാതെ അത് ജീവിതത്തിൻ്റെ ഒരു ഉപാധിയായി അതിനെ ഒരു വിജയം കൈവരിക്കുന്ന വിഷമസന്ധികൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട് കൃഷി ചെയ്യുമ്പോൾ. പണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, വലിയൊരു മഴയൊക്കെ ഉണ്ടാകുമ്പോൾ, വലിയൊരു വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ അത് പല പാടങ്ങളും ഒലിച്ചു പോകാറുണ്ട്. കൂട്ടായ യത്നത്തിൽ കൂടിയുള്ള ഒരു പ്രവർത്തനം കൊണ്ട് അത് തടഞ്ഞു നിർത്തുകയും ആ ജലം മറ്റൊരു പാടത്തിലേക്ക് പോകാതെ സൂക്ഷിക്കുകയും. ഒരു കാര്യം കൂടെ ഓർക്കണം, ഇത്രയും യാന്ത്രികമായ സിദ്ധാന്തങ്ങളോ അംശങ്ങളോ ഇല്ലാത്തൊരു കാലം, വളരെ ലളിതമായ ജീവിത ആവിഷ്കാരങ്ങൾ ഉണ്ടായിരിക്കുന്ന ഒരു കാലം, ഇങ്ങനെയുള്ള ഉണ്ടായിരുന്ന ആ ഒരു യാത്ര ഇന്നില്ല. ഇന്ന് കൃഷിയുമില്ല, കൃഷിയും കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത് പറയാൻ കാര്യം, നമുക്ക് ശോഷണമേൽക്കുന്ന നമ്മുടെ ചാബല്യങ്ങൾ കൈവിട്ട് എന്താണ് ഇതിൻ്റെ പ്രയോജനം എന്നുള്ള ചാബല്യ മനോഭാവം നമ്മുടെ മനസ്സിൽ നിന്ന് കൈവിട്ട് അതിൽ നിന്ന് മുക്തമായി ഒരു ഉത്തമ ജീവിതവും ശ്രേഷ്ഠതയും കൈവരിക്കണമെങ്കിൽ നമുക്ക് മലയാളിക്ക് ആവശ്യമായ ഒരു കൃഷി സമ്പ്രദായം ഉണ്ടായേ തീരും. ഇത്രയും വിശാലമായി പറയാൻ കാര്യം, ഇത് അത്രയും മഹത്വം ഇതിലുണ്ട്. അങ്ങനെയായിരുന്നു മലയാളിയുടെ യാത്ര. അതിന്നും തുടർന്നു പോകാം. ഈ ഒരു കൃഷി സമ്പ്രദായം നൽകുന്ന പാഠം ഇതാണ്. അപ്പോൾ ഈ പഴഞ്ചൊല്ലുകൾ കിട്ടുന്ന ഈ ഓരോ അറിവുകളുടെ ഗഹനമായ ഈ ഗഹനത കൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് എങ്ങനെ മുന്നോട്ട് യാത്ര ചെയ്യാൻ സാധിക്കും എന്നുള്ളത്, അത് സൗഭാഗ്യമായ ജീവിത സങ്കല്പത്തിലേക്ക് കൊണ്ട് എത്തിക്കാൻ സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കി തരുന്നതാണ്. ഇത് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്, നാടിൻ്റെ ആവശ്യമാണ്, നമ്മുടെ സമൂഹത്തിനും ലോക നന്മയ്ക്കും ആവശ്യമാണ്. ഈ ഒരു ചിന്താധാര മനസ്സിൽ കൊണ്ട് നടക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഴഞ്ചൊല്ലുകളെ പറ്റി പഠിച്ചു. അടുത്തതായിട്ട് നമ്മൾ എല്ലാ അധ്യയനങ്ങളിലും ഭാഷ എങ്ങനെ ഉപയോഗിക്കുന്നു, അത് എങ്ങനെ മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നു, അത് ഉപയോഗിക്കേണ്ട രീതി എങ്ങനെയാണ് എന്നിവ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നല്ല മലയാളവും അതിൽ അധിഷ്ഠിതമായ വാക്യശുദ്ധിയും ആവശ്യമാണ്. അപ്പോൾ ഞാൻ പലയിടത്തും കേട്ടുണ്ട്, കുട്ടികളിൽ അന്തർലീനമായി ഒളിഞ്ഞുകിടക്കുന്ന വാസനകൾ വളർത്തിയെടുക്കുവാൻ കലോത്സവങ്ങൾ സഹായിക്കുന്നു. കുട്ടികളിൽ അന്തർലീനമായി ഒളിഞ്ഞുകിടക്കുന്ന വാസനകൾ വളർത്തിയെടുക്കുവാൻ കലോത്സവങ്ങൾ സഹായിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കുക, കുട്ടികളിൽ അന്തർലീനമായ ഒളിഞ്ഞുകിടക്കുന്ന വാസനകൾ ശ്രദ്ധിക്കുക. പലയിടത്തും ഉപയോഗിക്കുന്ന കണ്ടുകൊണ്ടാണ് അന്തർലീനവും ഒളിഞ്ഞുകിടക്കുന്നതും. ശ്രദ്ധിക്കുക, അന്തർലീനമായ ഒളിഞ്ഞുകിടക്കുന്ന ഈ അന്തർലീനമായ ഒളിഞ്ഞെടുക്കുന്നതും ഒന്നാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളിൽ അന്തർലീനമായ വാസനകൾ വളർത്തിയെടുക്കുവാൻ യുവജനോത്സവങ്ങൾ സഹായിക്കുന്നു, അല്ലെ കലോത്സവങ്ങൾ സഹായിക്കുന്നു. രണ്ടും കൂടി ഒരുമിച്ച് ഉപയോഗിച്ചുകൂടാ. ഏറ്റവും പ്രാധാന്യമായ കാര്യം അന്തർലീനമായും അതുപോലെ തന്നെ ഒളിഞ്ഞുകിടക്കുന്നത് എന്ന ഈ രണ്ട് വാക്യങ്ങൾ ഒരുമിച്ച് ഉപയോഗിക്കരുത്. അടുത്തതായിട്ട്
രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ ഭേദം രോഗം വരാതെ സൂക്ഷിക്കുന്നതാണ്. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ ഭേദം രോഗം വരാതെ സൂക്ഷിക്കുന്നതാണ് നല്ലത്. ഇത് ശരിയോ തെറ്റോ? രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ ഭേദം രോഗം വരാതെ സൂക്ഷിക്കുന്നതാണ് നല്ലത്. തെറ്റാണ്. എന്തുകൊണ്ട്? ഇവിടെ നല്ലത് എന്ന് ഉപയോഗിച്ചു. നല്ലത് ഭേദം. നല്ലത് ഭേദം. ഇത് രണ്ടും കൂടി ആവശ്യമില്ല. ഒന്നുകിൽ നാം ഉപയോഗിക്കുക രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ രോഗം വരാതെ സൂക്ഷിക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ ഭേദം രോഗം വരാതെ സൂക്ഷിക്കുന്നതാണ്. ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കുക. ഈ ഭേദവും നല്ലത് ഭേദം എന്ന് ഒരുമിച്ച് ഉപയോഗിച്ചുകൂടാ. ശ്രദ്ധിക്കുക. ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഓരോ വാക്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ വാക്യങ്ങളിൽ നമ്മുടെ ഉപയോഗിക്കുന്ന ജീവിതത്തിൽ വന്നു പോകും. എന്നാൽ ഒരു പരിധിവരെ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇത് മാറ്റിയെടുക്കാൻ സാധിക്കും. നല്ല ഭാഷ, നല്ല അറിവ് മറ്റുള്ളവരിലേക്ക് എത്തുന്നത് വ്യാകരണ ശുദ്ധമായ ഭാഷാ പ്രയോഗത്തിൽ കൂടിയാണ്. അത് അങ്ങനെയുള്ള ഭാഷാജ്ഞാനികളെ വളർത്തിയെടുക്കേണ്ടത് ആവശ്യകമാണ്. നാളെ നിങ്ങൾക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുവാനും ഭാവിക്ക് വരുന്ന തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുവാനും നിങ്ങൾക്ക് അറിവില്ലെങ്കിൽ അത് വലിയ വിഷമകരമായ അവസ്ഥയാവും. അതുകൊണ്ട് തന്നെ ഓരോ കാര്യം പഠിക്കുമ്പോഴും ഉപയോഗിക്കുമ്പോഴും അതെവിടെയാണ്, എന്താണ്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നത് ചിന്തിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. ഇന്ന് രാവിലെ ഒരു സുഹൃത്ത് പോയ നല്ല മഴയായ കാലം, ഞാൻ വീട്ടിലെത്തിയിട്ടും മഴ പെയ്തു, ഞാൻ വീട്ടിലെത്തിയതും മഴ പെയ്തു, ഞാൻ വീട്ടിലെത്തിയതും മഴ പെയ്തു. ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. ഞാൻ വീട്ടിലെത്തിയതും മഴ പെയ്തു. അതെങ്ങനെയാണ് ശരിയായിട്ട് ഉപയോഗിക്കേണ്ടത്? ഞാൻ വീട്ടിലെത്തിയ ഉടനെ മഴ പെയ്തു. അത് ക്രിയാവിശേഷണങ്ങളുടെ ഉപയോഗവും ഒക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞുതരാം. അത് വ്യാകരണത്തിലേക്ക് നമ്മൾ കൂടുതൽ കടക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഞാൻ വീട്ടിലെത്തിയതും മഴ പെയ്തു അങ്ങനെ ഉപയോഗിക്കരുത്. തെറ്റാണത്. ഞാൻ വീട്ടിലെത്തിയ ഉടനെ മഴ പെയ്തു, അതാണ് ശരി. അപ്പോൾ നല്ല മലയാളത്തിൻ്റെ ആവശ്യകത നാം അതിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ വായനാശീലത്തെപ്പറ്റി പറഞ്ഞു. വായന വളർന്നു വരുന്ന കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ആവശ്യമുള്ള കാര്യമാണ്. അത് എല്ലാ കാലത്തും ഏതൊരാൾക്കും അത്യാവശ്യമായ ജീവിത സംസ്കരണത്തിന് ആവശ്യമായ കാര്യമാണ്. എന്ത് പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കോട്ടെ, പ്രശ്നാധിഷ്ഠിതമാണല്ലോ ജീവിതം. എല്ലാം നമുക്ക് ഉണ്ടാകും, എല്ലാ സൗഭാഗ്യങ്ങളും നമ്മുടെ കൂടെ ഉണ്ടാകും, എല്ലാ സുഖ സൗകര്യങ്ങളും നമുക്കുണ്ടാകും. പക്ഷേ അത് ഇന്നുണ്ട് നാളെയില്ല. ഉദയമുണ്ടെങ്കിൽ അസ്തമയമുണ്ട്. പക്ഷേ ഈ അറിവ് അങ്ങനെയല്ല. പുസ്തകത്തിൻ്റെ താളുകളിൽ നിന്ന് ലഭിക്കുന്ന ഈ ഒരു ചിന്താത്മകമായ ബൗദ്ധികമായ അറിവിൻ്റെ സ്രോതസ്സ് നമ്മുടെ കൂടെ എന്നും കൂട്ടുണ്ടാവും. ആത്മവിശ്വാസത്തിൻ്റെ പ്രതീകമായി, ജീവിതഗന്ധമായ ഒരു പുഷ്പത്തിൻ്റെ സുഗന്ധമായി നമ്മുടെ ഉള്ളിൽ തട്ടുമ്പോൾ നാം ഒരിക്കലും പ്രശ്നങ്ങളിൽ തളരുകയില്ല. അതാണ് ഭാഷയുടെയും അതിൽ കൂടിയുള്ള വായനയുടെയും അതിൽ കൂടിയുള്ള പ്രയാണത്തിൽ കൂടിയും നാം അനുഭവിക്കുന്ന ആ സമ്പത്ത്. അടുത്ത വിഷയത്തിലേക്ക് നാം കടക്കും.
ഈ വായനയിൽ കൂടി തന്നെ പോകുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ആശയവിപുലനം. അർത്ഥപൂർണമായ ഒരു വാക്യത്തിൻ്റെ ആശയം, എന്തെങ്കിലും ഒരു അർത്ഥം തലങ്ങളിലുള്ള ഒന്നോ രണ്ടോ വാക്യങ്ങളുടെ സമ്പുഷ്ടമായ വിശദമായ അറിവ് നമുക്ക് അനുഭവിക്കാൻ കഴിയുമ്പോഴാണ് ആ ഒരു ആശയത്തിൻ്റെ വിപുലീകരണം ഉണ്ടാകുന്നത്. നമുക്ക് വളരെ നമുക്കെല്ലാം അറിയാവുന്ന ഒന്ന് രണ്ട് ഈരടികൾ നമുക്കിവിടെ ചിന്തിക്കാം. വിളക്ക് കൈവശമുള്ളവനെന്നും വിശ്വം ദീപമയം. വിളക്ക് എഴുതാം. വിളക്ക് കൈവശമുള്ളവനെന്നും വിശ്വം ദീപമയം. വിളക്ക് കൈവശമുള്ളവനെന്നും വിശ്വം ദീപമയം. വെണ്മ മനസ്സിൽ വിളങ്ങിയ ഭദ്രനു. നോടെ, വിളക്ക് കൈവശമുള്ളവനെന്നും വിശ്വം ദീപമയം. വെണ്മ മനസ്സിൽ വിളങ്ങിയ ഭദ്രനു. മേന്മേൽ അമൃതമയം. അപ്പോ ഈ രണ്ട് ഈരടികൾ, വിളക്ക് കൈവശമുള്ളവനെന്നും വിശ്വം ദീപമയം. ചിന്തിക്കുക, നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ ഒരു ഇരുട്ടിൽ പോകാൻ വെച്ചു. ഇരുട്ട് ഉദ്ദേശിക്കുന്ന ഇരുട്ടെന്നുള്ള സംവിധാനം മാത്രമല്ല, നമുക്ക് പ്രകാശം പരത്തുന്ന ഒരു അറിവിൻ്റെ ലക്ഷണം, ആ ഒരു ലക്ഷണശാസ്ത്രം മനസ്സിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ആ യാത്ര എളുപ്പമാണ്, അല്ലേ? അപ്പോൾ ഒരു വിളക്ക് പിടിച്ചൊരു പ്രകാശം ചൊരിയുന്ന കൈകൾ കൊണ്ട് നാം മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ അവിടെ ആ യാത്രയ്ക്ക് അർത്ഥമുണ്ട്. ഇരുട്ടിൽ കൂടി മാത്രം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എവിടെങ്കിലും തട്ടിത്തടഞ്ഞു വീഴുമെന്നുള്ളത് സത്യമാണ്, അല്ലേ? അപ്പോൾ അവിടെ പ്രകാശം വേണം. ആ പ്രകാശത്തിന് എന്താണ് വേണ്ടത്? വെണ്മ മനസ്സിൽ വിളങ്ങിയ ഭദ്രനു മേന്മേൽ അമൃതമയം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മനസ്സിൽ സ്നേഹത്തിൻ്റെ, അതിൻ്റെ ഒരു പര്യായത്തിൻ്റെ ഒരു അംശമില്ലെങ്കിൽ അത് എങ്ങും സഫലീകരിക്കാത്തൊരു യാത്രയായി മാറും. ആ സഫലീകരിക്കാത്ത യാത്ര അതുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നാം ഒരിക്കലും എങ്ങും എത്താത്ത ഒരു മനുഷ്യനല്ലാത്തൊരവസ്ഥയായി മാറും. അപ്പോൾ നാം ഒരു മനുഷ്യനെ എപ്പോഴാണ് ആകുന്നത്? അകത്ത് പ്രകാശം വേണം. ആ പ്രകാശം എന്താണ്? വെണ്മയാണ്, നന്മയാണ്. അപ്പോൾ ഈ നന്മ കൊണ്ട് നാം സഞ്ചരിക്കുവാണെങ്കിൽ, ഈ നന്മയുടെ കാലാന്തരമായ ചിന്തയിൽ കൂടി നാം മുന്നോട്ട് പോവുകയാണെങ്കിൽ അവിടെ സുരക്ഷിതമായ, ദൃഢനിശ്ചിതമായ ഓരോ പ്രവൃത്തികൾ കൂടി സർഗാത്മകത സൃഷ്ടിക്കാനും ലോക നന്മയ്ക്കുതകുന്ന രീതിയിലുള്ള പ്രവർത്തനത്തിൽ കൂടിയും നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ പറയുന്ന ഒറ്റ കാര്യം, വെണ്മ വേണം, നന്മ വേണം. ഈ നന്മയും വെണ്മയും ഇവിടെ ഒന്നാകുമ്പോൾ നിങ്ങളുടെ യാത്ര തീർച്ചയായും സഫലീകൃതമാകും. ഒന്നും കൂടി പറഞ്ഞാൽ നമുക്ക്, സ്നേഹമാണ് അഖിലസാരമൂഴിയിൽ സ്നേഹസാരമിഹ സത്യമേവാം. സ്നേഹമാണ് അഖിലസാരമൂഴിയിൽ, കുമാരനാശാന്റെ പ്രശസ്തമായ കൃതി. എന്ത് കാര്യങ്ങളുണ്ടോ, എന്ത് പ്രശ്നാധിഷ്ഠിതമായ ചിന്താധാരകളുണ്ടോ, അവിടെയെല്ലാം കലുഷിതമായ അന്തരീക്ഷം നാം
ഉണ്ടാക്കിയെടുത്താൽ എന്തുണ്ടാകും? ആ കലുഷിതമായ അന്തരീക്ഷം നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാക്കിയെടുത്താൽ സ്നേഹം എങ്ങനെ വരും? അപ്പോൾ സ്നേഹത്തിൻ്റെ ത്യാഗോജ്വലമായ ആ ഒരു വർണ്ണപ്രപഞ്ചം തീർക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ലോകത്ത് നന്മയും സ്നേഹവും വിതറുന്ന ഒരു ചിന്താധാരയിൽ കൂടി മുന്നോട്ട് പോയെങ്കിൽ സാധ്യമാവുകയുള്ളൂ. ഇത് പറയാൻ കാര്യം, ഈ 2-3 കാര്യം ഞാൻ പറയാൻ കാര്യം, ഇങ്ങനെ ഓരോ പദങ്ങളുണ്ട് മലയാളത്തിൽ. ഇങ്ങനെ പല പദങ്ങളുടെ ആശയ സംഗ്രഹം അത് കുറച്ച് വലുതാക്കി അത് പഠിച്ച് സ്വയം നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുവാണെങ്കിൽ, കുട്ടികൾ ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് 2-3 വാക്യങ്ങൾ ഇങ്ങനത്തെ, അത് എവിടെ നിന്നുമാകാം, പഴഞ്ചൊല്ലുകളാകാം, അത് പല പദ്യങ്ങളിൽ നിന്നാകാം, കവിതകളിൽ നിന്നാകാം, പല സ്ഥലങ്ങളിൽ നിന്നാകാം. അത് എടുത്തതിന് ശേഷം ഒരു സംഗ്രഹിച്ച് മനസ്സിൻ്റെ ചിന്തയിൽ വരുന്ന രീതിയിൽ എഴുതുക എന്നുള്ള ചിന്താധാര കുട്ടികളിലേക്ക് വളർത്തുകയാണെങ്കിൽ അവിടെ അവരുടെ മലയാള ഭാഷയുടെ സർഗാത്മകത വികസിക്കാൻ ഒരു നല്ല ലക്ഷണം നിങ്ങൾക്ക് കൊണ്ടെത്തിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു വിദ്യാഭ്യാസം, അങ്ങനെയുള്ള ഒരു പഠന മികവ് ഉണ്ടാക്കിയെടുക്കേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ്. 2 കാര്യങ്ങൾ കൂടി പറഞ്ഞ് നമുക്ക് ഇത് അടുത്തതിലേക്ക് പോകാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചു, നാനാർത്ഥങ്ങളെക്കുറിച്ച് പഠിച്ചു. ഒരു പദത്തിനെക്കുറിച്ച് പല അർത്ഥമുണ്ട്, പല അർത്ഥം കൊണ്ട് പല സ്ഥലങ്ങളിൽ പല രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നു, പല അറിവ് നമ്മളെ പല വാക്യങ്ങളിൽ കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നു. അങ്ങനെയുള്ള ഒരു 3-4 കാര്യങ്ങൾ നമുക്കിവിടെ പഠിക്കാം. ഉത്തരം നിങ്ങൾ കേട്ടാണ്. ഉത്തരം എന്താണ്? എല്ലാവർക്കും അറിയാം ഉത്തരം എന്താണ്? ഉത്തരം എന്താണ്? മറുപടി. ഉത്തരം എന്നാൽ മറുപടി. ഉത്തരം എന്നാൽ വാക്കെന്നും പറയും. വാക്ക്. ഉത്തരം എന്ന് പറഞ്ഞാൽ മറുപടി, വാക്ക്. ഒന്നും കൂടി, വീടുകളിൽ നമുക്ക് എല്ലാവർക്കും മേൽക്കൂരയിലുണ്ട് എന്ത്? ഉത്തരം. ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് അങ്ങനത്തെ ഉള്ള ഭവന പ്രക്രിയ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പലർക്കും അറിയാൻ സാധ്യമാവില്ല. എന്നാൽ വീടിൻ്റെ മേൽക്കൂരയിൽ വളരെ ശാസ്ത്രീയമായി ഉണ്ടാക്കിയെടുത്ത മേൽക്കൂരകളുണ്ട്. വലിയ മഴയിൽ കൂടി വലിയ എന്തൊക്കെ പ്രകൃതിക്ക് അനുസൃതമായി നമ്മൾക്ക് ജീവിക്കാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു പ്രക്രിയയാണ് അവർ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ വീടിൻ്റെ മേൽക്കൂരയിലുള്ള ഈ ഉത്തരം, അതിനും കൂടി നമ്മൾ ഈ ഉത്തരം എന്ന് പറയുന്നു. വീടിൻ്റെ മേൽക്കൂരയിലുള്ളത്, വീടിൻ്റെ മേൽക്കൂരയിൽ. അപ്പോൾ ഇങ്ങനെയാണ് ഉത്തരത്തിൻ്റെ 3-4 വാചകങ്ങൾ, നാനാർത്ഥങ്ങൾ. അടുത്തതായിട്ട് കുംഭം. കുംഭം എന്താണ്? കുംഭം എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ അറിയാവുന്നതാണ്. ഒരു മാസത്തിൻ്റെ പേരാണ് കുംഭം. മാസത്തിൻ്റെ പേര് ഒരു മാസത്തിൻ്റെ പേരാണ്. അതിൻ്റെ കൂടെ തന്നെ കുടം. അപ്പോൾ ഇങ്ങനെ നാനാർത്ഥങ്ങൾ പലത് മലയാള ഭാഷയിലുണ്ട്. പല നാനാർത്ഥങ്ങൾ പഠിക്കേണ്ടത് ഓരോ പദങ്ങൾ പഠിക്കുമ്പോഴാണ്. ഇങ്ങനെയുള്ള അറിവുകൾ കൂടി മലയാള ഭാഷയിൽ കൂടി നിങ്ങൾ മുന്നോട്ട് പോകുമെന്ന് കരുതുന്നു. ഇതിനോടുകൂടി ഇന്നത്തെ പല അർത്ഥങ്ങൾ ഇന്നത്തെ അധ്യായം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ പറഞ്ഞ ഓരോ കാര്യങ്ങൾ നിങ്ങൾ സ്വായത്തമാക്കി അത് ജീവിതത്തിൽ ഉപയോഗിക്കാം. ഈ ഒരു നാനാർത്ഥങ്ങൾ എന്ന ഈ ഒരു അർത്ഥതലങ്ങളിൽ കൂടി പോയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് ഭാഷയുടെ സൗരഭ്യം പല ഇതിൽ നാം ഉപയോഗിക്കുക എന്നുള്ളത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രേഷ്ഠമായി ഉൾക്കരുത്തോടുകൂടി മനസ്സിലാക്കി മലയാള ഭാഷയെ പഠിക്കുക. അടുത്തതായിട്ട് നമ്മൾക്ക് മലയാള ഭാഷയിൽ ഏറ്റവും നമുക്കെല്ലാം അറിയാവുന്ന ഇരമൻ തമ്പി എന്നുള്ള മഹാനായ ഒരു കവി ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം ഓമനത്തിങ്കൾ കിടാവോ എന്നുള്ള കവിതയുടെ ദൃശ്യാവിഷ്കാരം നേരത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിൻ്റെ വേറൊരു സൃഷ്ടിയും കൂടി നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിച്ചുകൊണ്ട്, നൃത്തരൂപാന്തരം സമർപ്പിച്ചുകൊണ്ട്
ഇന്നത്തെ ഈ അധ്യയനത്തിൽ നിന്ന് വിടവാങ്ങുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.